ജീവിക്കാൻ ശ്രമിച്ചു, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിച്ചു. നമുക്ക് ഇസ്ലാം ഒരു വിലയില്ലാത്ത വസ്തുവായി, വിലയില്ലാത്തൊരു ആദർശമായി. ഇസ്ലാമിനോട് നമുക്ക് സ്നേഹമില്ല. ഈ ഇസ്ലാം നമ്മളൊക്കെ ജനിച്ചപ്പോഴേ മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാം നമുക്കൊരു വിലയില്ലാതായി. എങ്ങനെയാ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തിയത്? എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കി. ഇസ്ലാമിന് വേണ്ടി പോരാടാനും അടരാടാനും ചങ്കൂറ്റമില്ലാത്ത ചെറുപ്പക്കാര്, അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അടരാടാൻ ചങ്കൂറ്റമില്ലാത്ത ചെറുപ്പക്കാര്, പെണ്ണിന്റെ വെറുതെ വാലാട്ടി നടക്കുന്ന നാണമില്ലാത്ത ചെറുപ്പക്കാര്, അള്ളാഹു ഹറാമാക്കിയ എല്ലാ പ്രവണതകളെയും നെഞ്ചോടെടുപ്പിച്ച ചെറുപ്പക്കാരന്റെ മുന്നിൽ ഒരേ ഒരു ചരിത്രവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് സ്വഹാബാക്കൾക്ക് ഇസ്ലാമിൻ്റെതായ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് നിക്കാഹിന്റെ കാര്യമാണ്. ഇസ്ലാമിൽ എങ്ങനെയാണ് നിക്കാഹ് നടത്തേണ്ടത്, എങ്ങനെയാണ് അതിന്റെ കർമ്മങ്ങൾ, അതിന്റെ ചടങ്ങുകൾ. അതൊരു വല്ലാത്ത വിഷയമാണ്. നമുക്ക് അതൊരു വിഷയമല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത മെയ് 1, 2 തീയതികളിൽ ഈ വിനീതന് ചുറ്റുമൂല പ്രഭാഷണമുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ വിഷയം അതായിരിക്കും. അപ്പോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്ന് കല്യാണം അത് സ്ത്രീധനം വാങ്ങിച്ചെടുക്കാനുള്ള ഒരു കുറുക്കു വഴിയായി മാറി. സ്ത്രീധനം ഇന്ന് ചെറുപ്പക്കാര് ലഹരിയായി. സാന്ദർഭികവശാൽ അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ചെറുപ്പക്കാരുടെ കാര്യമല്ലേ പറയുന്നത്. ഖുർആൻ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണാലോചനയെ പറ്റി പറയുന്നത്. സാന്ദർഭികമായി ഓർമ്മ വന്നുകൊണ്ട് പറയാം. ഒരു ചെറുപ്പക്കാരന്റെ കല്യാണാലോചനയെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണാലോചന. നമ്മുടെയൊക്കെ കല്യാണ ആലോചന എന്ന് പറയുമ്പോഴേ ചെറുപ്പക്കാർ സ്വപ്നം കാണും. സ്വിഫ്റ്റ് പറയണോ അതോ എറ്റിയോസ് പറയണോ, എന്ത് പറയണോ എന്നുള്ള ഒരു സ്വപ്നം കാണലാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കല്യാണമാലോചന നടക്കുമ്പോൾ ആ മൂസാ നബി കല്യാണം കഴിക്കുന്ന പുതിയ പെണ്ണിന്റെ വാപ്പയായ ശുഐബ് നബി പറയുന്നു, മൂസാ ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതയ്യ ഹാതൈനി, എന്റെ 2 പെൺമക്കളിൽ ഒരാളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂസാ. ഏതെങ്കിലും പെണ്ണിന്റെ വാപ്പ കല്യാണമാലോചനയുമായി വന്നാൽ ഉടൻ തന്നെ ഡിമാൻഡ് പറയുന്ന മുസ്ലിമേ, ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ലടാ. ഉടൻ തന്നെ ശുഐബ് നബി പറഞ്ഞു, അലാ അൻത ഉജുറനി സമാനിയ ഹിജജ്, അല്ലയോ മൂസ, എന്റെ മോളെ നിനക്ക് കല്യാണം കഴിക്കണോ മൂസ, എങ്കിലോ എന്റെ വീട്ടില് 8 വർഷം കൂലിവേല ചെയ്യൂ മൂസ. അതല്ല, ഇനി 10 വർഷം കൂലി ചെയ്താലും അത് നിന്റെ ഔദാര്യമാണ് മൂസാ. മൂസാ നബി സമ്മതിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ കല്യാണം ഇതുപോലെ നടക്കുന്നോ പൊന്നുമോര്? കല്യാണം ആലോചിക്കുമ്പോ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന് അവൾക്ക് എത്ര മഹർ വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഏത് കല്യാണമാണടാ നടക്കുന്നത്? നാണം കെട്ട സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് നാണം കെട്ട കല്യാണം കഴിക്കുന്ന മുസ്ലിമേ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ സ്ത്രീധനമെന്ന് പറയുന്ന അനാചാരമുണ്ടല്ലോ, അതെവിടെ നിന്ന് വന്നതാ? അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ മണ്ണിൽ അള്ളാന്റെ അടിമകളെ സ്വന്തമായി ജീവിക്കാൻ അനുവദിക്കാതെ ഈ ഭാരതത്തെ വെള്ളപ്പട്ടികൾ അടക്കി പാടിരുന്ന കാലമുണ്ടല്ലോ. അന്നവർക്ക് ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട സ്ത്രീജനങ്ങളോട് മോഹമുണ്ടായി. ഇവിടുത്തെ ചെറുപ്പക്കാരികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവരുടെ കിടപ്പറകൾ പങ്കുവെക്കാൻ ബലാത്കാരമായി വെള്ളപ്പട്ടാളം ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറായില്ല. ആരും അതിനുവേണ്ടി രംഗത്ത് വന്നില്ല. അങ്ങനെ അവരുടെ മാതാപിതാക്കൾ വന്ന് പരാതി പറഞ്ഞപ്പോ പട്ടാളക്കാര് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മകളുണ്ടല്ലോ, മാനം നഷ്ടപ്പെട്ട, മറ്റുള്ളവനോടൊപ്പം കിടപ്പറ പങ്കുവെച്ച നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരനെ കൊണ്ടുവരിക. അവന് ഞങ്ങൾ ഇത്ര പവൻ സ്വർണം കൊടുക്കാം, ഇന്ന കാറ് കൊടുക്കാം, ഇത്ര എസ്റ്റേറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് മാനം നഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ വെള്ളപ്പട്ടികൾ ഉപേക്ഷിച്ചു പോയ അനാചാരങ്ങൾ എന്തിനാ മുസ്ലിമേ നീ അതിനെ കടമെടുക്കുന്നത്? എന്തിനാ പൊന്നുമോനെ
പരിശുദ്ധയായ പതിവ്രതയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ വേശ്യ പെണ്ണിന് വില പറയുന്ന പോലെ വില പറയുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് 18-20 വർഷം പൊന്നുപോലെ നോക്കി വളർത്തിയിട്ട് പരിശുദ്ധയായ പതിവ്രതയായ നിങ്ങളെ പൊന്നുമോളെ കല്യാണം കഴിച്ചു വിടുമ്പോ വേശ്യ പെണ്ണിനെ ഇറക്കി വിടുന്ന പോലെ സ്ത്രീധനം കൊടുത്ത് ഇറക്കി വിടുന്നത് എന്തിനാ? സങ്കൂറ്റമുണ്ടോ മാതാപിതാക്കൾക്ക്? കല്യാണം ആലോചിച്ചു വരുന്ന ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നുമോൾക്ക് തൃപ്തിപ്പെട്ട ഇത്ര പവൻ മഹർ തരാൻ നിനക്ക് കഴിയുമോ? അതൊക്കെ ഇന്നൊരു സ്വപ്നമായി മാറും. അല്ലാഹു തആല കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാർക്ക് യഥാർത്ഥമായി ഇസ്ലാമിന്റെ രീതിയിൽ കല്യാണം കഴിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സഹാബത്തിന് കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അപ്പൊ സഹാബാക്കൾക്ക് വലിയ സന്തോഷമായി. കല്യാണം കഴിക്കാത്തവരൊക്കെ അപ്പോഴേ തീരുമാനമെടുത്ത് ഉടനെ കല്യാണം കഴിക്കാം. അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഇടയ്ക്ക് നിന്നൊരു കരച്ചിൽ കേൾക്കുക. ഇടയ്ക്ക് നിന്നൊരു കരച്ചിൽ. അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും അത്ഭുതപ്പെട്ടു. അല്ല, ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ കരയുന്ന എന്തിനാ? നരകത്തിന്റെയോ അല്ലെങ്കിൽ മരണത്തിന്റെയോ കാര്യം പറയുമ്പോൾ കരഞ്ഞാ ശരി, കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ കരയുന്ന എന്തിനാ? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും നോക്കുമ്പോൾ മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദേ, എന്തിനാണ് സഅദേ കരയുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആരാ? ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിന് സൗന്ദര്യമില്ല. അള്ളാഹു കൊടുത്ത രോഗമായ ചിക്കൻ ബോക്സ് വസൂരി വന്നിട്ട് മുഖമെല്ലാം വസൂരി കുത്തുകൊണ്ട് വികൃതമായ മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു കിടക്കാൻ നല്ലൊരു കിടപ്പാടം പോലുമില്ലാത്ത മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു ആ സഅദിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനത് സഹിക്കാൻ പറ്റിയില്ല. കാരുണ്യത്തിന്റെ തിരുതൂര് സഅദിനെ വിളിക്കുകയാ. എന്നിട്ട് അടുത്ത് വിളിച്ചിരുത്തി കണ്ണുനീര് തുടച്ചിട്ട് ചോദിച്ചു, സഅദേ, എന്തിനാണ് സഅദേ കരയുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, താങ്കൾ കല്യാണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ സഅദിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം വന്നു നബിയേ. എന്നാലോ സൗന്ദര്യമില്ലാത്ത വിരൂപിയായ ഈ സഅദിന് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ നബിയേ? സമ്പത്തില്ലാത്ത കീഴിക്കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാത്ത ഈ സഅദിന് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ നബിയേ? അല്ലാഹുവിന്റെ റസൂല് കണ്ണീര് തുടച്ചിട്ടു പറഞ്ഞു, സഅദേ, വിഷമിക്കണ്ട, നീ പോവുക, മദീനയിലെ സമ്പന്നന്മാരിൽ പേര് കേട്ട ആദായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് പറയൂ, സഅദേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാണ്, ഹേ അംറേ, നിങ്ങളുടെ മകൾ സുന്ദരിയായ ഫാത്തിമാന് എനിക്ക് കല്യാണം കഴിച്ചു തരാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടതാണെന്ന് പറയൂ സഅദേ. മഹാനായ സഅദ് റളിയല്ലാഹുവിന്റെ കണ്ണു തുള്ളി. ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലെ, അംർ ഇബ്നു വഹബിന്റെ മോൾ ഫാത്തിമയോ? ആ ഫാത്തിമയെ കെട്ടാൻ ഉബൈര കുമാരന്മാര് കാവല് നിൽക്കുക, വരി നിൽക്കുക, സുന്ദരിയായ സുശീലയായ ഫാത്തിമ, സമ്പന്നയായ ഫാത്തിമ. ആ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ഈ വിരൂപിയായ ഒരു സമ്പത്തും ഇല്ലാത്ത ഞാനോ? അതാണ്ട് റസൂല് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി തീരുമാനിച്ച വധു അതാണ് സാധ്യ, അതുകൊണ്ട് നീ പൊയ്ക്കോ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പോയി. ഒരു കുതിര, ഒരു സഹാബിയുടെ നിന്ന് ഒരു കുതിരയൊക്കെ കടം വാങ്ങി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോയി. വലിയ കൊട്ടാരത്തിന്റെ മുന്നിൽ, രമ്യഹർമ്മത്തിന്റെ മുന്നിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോയി നിന്നു. കാവൽക്കാർ ചോദിച്ചു, അല്ല, എന്താ കാര്യം? അത് അംർ ഇബ്നു വഹബിനെ ഒന്ന് കാണണം. കാവൽക്കാര് വേഷം നോക്കി അകത്ത് കടത്തി വിടാൻ പറ്റിയ ആളല്ല. അല്ല, ഇപ്പൊ കാണാൻ പറ്റൂല, ഞാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടിട്ട് വന്നതാ. കാവൽക്കാര് പെട്ടെന്ന് കതക് തുറന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് ചെന്ന മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅദേ,
എന്തിനാണ് വന്നത് സഅദേ? ഹാലായ സഅദ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടതാണ്. പെട്ടെന്ന് തന്നെ സമ്പന്നനായ അംർ ഇബ്നു വഹബ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിരുത്തി വയറു നിറയെ ഭക്ഷണം കൊടുത്തു. സൽക്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, സഅദേ, അല്ലാഹുവിന്റെ റസൂല് എന്താവശ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്? ഹാലായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ ആലോചനയൊന്നും വരുന്നില്ല. ഉടൻ തന്നെ അംർ ഇബ്നു വഹബ് ചോദിച്ചു, സഅദേ, പണം വല്ലോം വേണമോ സഅദേ? വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തരാം സഅദേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട സഅദ് സൽമിയോട് അംർ ഇബ്നു വഹബ് പറയുമ്പോൾ ഹാലായ സഅദ് സൽമി പറഞ്ഞു, അല്ല, പൈസയ്ക്ക് വേണ്ടി വന്നതല്ല, പിന്നെയോ അല്ലാഹുവിന്റെ റസൂല് എനിക്കൊരു കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, ഒരു പെണ്ണിനെ എനിക്ക് വധുവായി നിശ്ചയിച്ചിരിക്കുകയാ. അംർ ഇബ്നു വഹബ് ആകാംക്ഷയോട് ചോദിച്ചു, സഅദേ, അതാരാണ് സഅദേ? മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു പുഞ്ചിരി തൂകിക്കൊണ്ടു പറഞ്ഞു, അംറേ, അത് താങ്കളുടെ പൊന്നുമോള് ഫാത്തിമയാണ് അംറേ. ആ ഫാത്തിമേന്റെ ജീവിത സഖിയാക്കി തരുമോ അംറേ? മഹാനായ അംറിന് ദേഷ്യം വരാൻ തുടങ്ങി. മഹാനായ അംർ ഇബ്നു വഹബിന്റെ കണ്ണുകൾ ചുമക്കാൻ തുടങ്ങി. ചാടി എഴുന്നേറ്റ് സഅദിനോട് പറഞ്ഞു, എഴുന്നേൽക്കടാ, കടക്കടാ പുറത്ത്. സമ്പന്നനായ അംർ ഇബ്നു വഹബിന്റെ മുഖത്ത് നോക്കി, വിരൂപിയായ ചരിത്രയായ നിനക്ക് എങ്ങനെയാണടാ കല്യാണം ആലോചിക്കാൻ സങ്കോചം വന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ഓടി പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് കയറി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി തങ്ങളൊപ്പം പോയ സന്തോഷമൊന്നും കാണുന്നില്ല. അടുത്ത് വിളിച്ച്, എന്താ സഅദേ, എനിക്ക് കല്യാണം വേണ്ട നബിയേ. അല്ല, അങ്ങനെ പറഞ്ഞല്ലല്ലോ പോയത്, വേണ്ട നബിയെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വെച്ച്, അത്രേ ഉള്ളൂ, വിഷമിക്കണ്ട, അവിടെ ഇരിക്കുക സാധേ, ഒരു പ്രശ്നവും വേണ്ട, സന്തോഷത്തോടുകൂടി അവിടെ പിടിച്ചടുത്തിരുത്തി. ഈ സമയം മഹാനായ അംർ ഇബ്നു വഹബിന്റെ വീട്ടിൽ ദേഷ്യത്തോടുകൂടി അംർ ഇബ്നു വഹബ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ദേഷ്യം, ഒരു വിരൂപിയായ ദരിദ്രനായ ഒരാൾ വന്നിട്ട് എന്റെ പൊന്നുമോള് ഫാത്തിമാനെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നോ, ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നടന്ന് അദ്ദേഹം അകത്തേക്ക് കയറുമ്പോൾ തന്റെ പൊന്നുമോള് ഫാത്തിമാക്കടെ മേങ്ങലടിച്ച് കരയുകയാണ്. പൊന്നുമോള് ഫാത്തിമാകടം മേങ്ങലടിച്ചു കരയുകയാണ്. മഹാനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു പൊന്നുമോള് ഫാത്തിമാനെ എഴുന്നേൽപ്പിച്ചിരുത്തി ആ ഫാത്തിമാന്റെ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, മോളെ, നീ വിഷമിക്കണ്ട പൊന്നുമോള്, ആർക്ക് കല്യാണം കഴിച്ചു കൊടുത്താലും വിരൂപിയായ ദരിദ്രനായ ആ സഅദിന് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കില്ല പൊന്നുമോള്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട വാപ്പാന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വാപ്പാ, ആ സഅദിനെ ആരാണ് പറഞ്ഞു വിട്ടത് വാപ്പാ? അത് അല്ലാഹുവിന്റെ റസൂല് നിശ്ചയിച്ച കല്യാണമല്ലേ വാപ്പാ? അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി നിശ്ചയിച്ച ആ സഅദിനെ അല്ലാതെ വേറൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട വാപ്പാ. ആ സഅദിന് സമ്പത്തില്ലായിരിക്കാം, പക്ഷേ ആ സഅദിന് സൽസ്വഭാവം എന്ന സമ്പത്തുണ്ടല്ലോ വാപ്പാ. ആ സഅദിന് സൗന്ദര്യമില്ലായിരിക്കാം, പക്ഷേ ആ സഅദിന് ഈമാൻ എന്ന സൗന്ദര്യമുണ്ടല്ലോ വാപ്പാ. അതുകൊണ്ട് എനിക്ക് സഅദിനെ മതി വാപ്പാ എന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ, എന്റെ കല്യാണം ആലോചിക്കാൻ വരുന്നതാണ് ഒരു താടി വെച്ച ആളായിരിക്കുക, അയാൾ ഒരു തൊപ്പി ധരിച്ച ആളായിരിക്കുക, അയാൾ ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള ആളായിരിക്കുക, അയാൾ ഒരു ആലിമായിരിക്കുക, അയാൾ ഒരു ഹാഫിളായിരിക്കുക എന്ന് ദീനിനെ മാനദണ്ഡമാക്കി കല്യാണം കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മഹദിയായ ഫാത്തിമ നിനക്ക് മാതൃക കാട്ടുകയാ. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അംർ ഇബ്നു വഹബ് മസ്ജിദുൻ നബവിയിലേക്ക് പോയി. ആനായ സഅദ് റളിയല്ലാഹു അൻഹു പേടിച്ചു വരട്ടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിരിക്കുമ്പോൾ അല്ലാഹ് ദാ വരുന്നു. അംർ ഇബ്നു വഹബ് വീണ്ടും അവിടെ വെച്ച് പറഞ്ഞത് പോരാത്തതിന് അടുത്ത് വരാൻ വരുവാണോ? പെട്ടെന്ന് റസൂലുള്ളാഹിനെ വിളിച്ചു, നബിയേ, അംർ ഇബ്നു വഹബ് ഇനിയും വരുന്നുണ്ട്, ഞാനില്ല, ഞാൻ അകത്തങ്ങാണ് ഇരുന്നോളാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സാദേ, വാ, വരീൻ.
അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലും അംർ ഇബ്നു വഹബിന്റെ അടുക്കലേക്ക് പോയി. മഹാനായ അംർ ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹ ചെയ്ത് സഅദ് റളിയല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചു. സഅദേ, പെട്ടെന്ന് ഞാൻ എന്തോ പറഞ്ഞുപോയി, എനിക്ക് സമ്മതമാണ്. എന്റെ പൊന്നുമോൾ ഫാത്തിമയെ ഈ നിൽക്കുന്ന സഅദിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. സഅദ് റളിയല്ലാഹു വീണ്ടും കരുതി, അല്ലോ സ്വപ്നമാണോ? നേരത്തെ കല്യാണം സ്വപ്നം കണ്ടുകൊണ്ട് പോയി, അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു, വീണ്ടും താമന്നിരിക്കുന്നു, കല്യാണം കഴിച്ചു തരാം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് കല്യാണമെല്ലാം ഉറപ്പിച്ചു, എല്ലാം ഫിക്സാക്കി മഹാനായ അംർ ഇബ്നു വഹബ് പോയി. അപ്പോഴും സഅദ് റളിയല്ലാഹു ഒരു ചെറിയ വിഷമം, മുഖത്തിന് സന്തോഷമില്ല. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്താ സഅദ് ഇനിയും പ്രശ്നം? ഇനി എന്താ നിനക്ക് പ്രശ്നം? മഹാനായ സഅദ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ, കല്യാണമൊക്കെ ഉറപ്പിച്ചു ശരിയാ, പക്ഷേ ആ പെണ്ണിന് മഹർ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബി. ആ പെണ്ണിന് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല നബി. അവൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിൽ ഒരുക്കി വെക്കാൻ ഒരു സാധനവും ഇല്ല നബി. റസൂലുള്ളാഹി തങ്ങൾ വിഷമിക്കണ്ട, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി ആവശ്യത്തിനുള്ള പണം വാങ്ങുക. അങ്ങനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും ആവശ്യത്തിനുള്ള പണവുമെല്ലാം വാങ്ങിയെടുത്തിട്ട് കമ്പോളത്തിലേക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതാ പെട്ടെന്നൊരു അറിയിപ്പ് വരികയാ. ഒരു സഹാബി അതാ കമ്പോളത്തിന്റെ ഉയർന്ന ഭാഗത്ത് കയറി നിന്ന് അറിയിക്കുകയാണ്, ഇസ്ലാമിന് വേണ്ടി രണാങ്കണത്തിൽ പോരാടാൻ പോയ മുസ്ലിം സമുദായം ഇതാ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. മുസ്ലിം സൈന്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സൈന്യത്തെ സഹായിക്കാൻ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന് വേണ്ടി പോവുക. സഅദ് റളിയല്ലാഹു അൻഹു പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ആ സഅദിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിന്റെ ഡേറ്റ് എടുത്താളെ അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തിനും യുദ്ധത്തിന് പോയി. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ വീണ്ടും തോറ്റുകൊണ്ടിരിക്കുകയാ. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു മനുഷ്യനൊരു കുതിരപ്പുറത്ത് വരികയാ. ആ മനുഷ്യന്റെ മുഖം വ്യക്തമല്ല, അയാള് മുഖം മൂടി ധരിച്ചിരിക്കുകയാണ്. സഹാബാക്കൾ നോക്കി, ഈ കുതിരയെ ഞങ്ങൾ കണ്ടിട്ടില്ല, ആ പടച്ചട്ട ഞങ്ങൾ കണ്ടിട്ടില്ല, ആ വാള് ഞങ്ങൾ കണ്ടിട്ടില്ല, ആ മുഖം മൂടി ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് പുതിയ ഏതോ ആളാണല്ലോ. അയാളതാ ശത്രു സൈന്യത്തിലേക്ക് പാഞ്ഞു കയറുകയാ. ആ മനുഷ്യൻ ഒരുപാട് ശത്രുക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഒരു സമയം എല്ലാവരുടെയും ശ്രദ്ധ ആ മനുഷ്യനിലേക്ക് തിരിയുകയാ. ശത്രുക്കൾ പരാജയപ്പെടുകയാ. ആ മുഖം മൂടി ധരിച്ച മനുഷ്യനെ കാരണം ശത്രുക്കൾ ഇതാ പരാജയത്തിന്റെ രുചിച്ചുകൊണ്ടിരിക്കുകയാ. പരാജയത്തിന്റെ കയ്പ് നീര് രുചിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയം ശത്രുക്കളെല്ലാം ആ മനുഷ്യനെ വളയുകയാ. സഹാബാക്കൾക്ക് തോന്നിപ്പോയി, ബദറിന്റെ രണാങ്കണത്തില് അല്ലാഹു മാലാഖമാരെ ഇറക്കിയതുപോലെ ഞങ്ങളെ വിജയിപ്പിക്കാൻ ഏതോ മാലാഖെ അയച്ചു തന്നതാ. അങ്ങനെ ശത്രുക്കളെല്ലാം ആ മനുഷ്യനെ വളഞ്ഞിട്ട് അയാളെ മാത്രം ഒറ്റയ്ക്കാക്കി തുരുതുരാ വെട്ടി അയാളെ കൊലപ്പെടുത്തി. എന്നിട്ട് ശത്രുക്കളെല്ലാം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ മുസ്ലിമീങ്ങളെ യുദ്ധം ജയിച്ചിരിക്കുകയാ. അങ്ങനെ യുദ്ധം ജയിച്ചിട്ട് ഗനീമത്ത് സ്വത്തുകൾ എടുക്കാനും ഇസ്ലാമിൽ നിന്ന് ഷഹാദത്ത് വരിച്ചവരെ പറ്റി നോക്കാനും അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഇങ്ങനെ തിരഞ്ഞു നടക്കുമ്പോൾ അതാ ദൂരെ ഒരിടത്ത് ഒരുപാട് വെട്ടുകൾ ഏറ്റുകൊണ്ട് മുഖം മൂടി ധരിച്ച ആ ധീരനായ മനുഷ്യൻ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഓടിച്ചതു. എന്നിട്ട് ആ ഷഹീദായി കിടക്കുന്ന മനുഷ്യന്റെ തലയെടുത്ത് തന്റെ മടിത്തട്ടിലേക്ക് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ മുഖം മൂടി ഒന്ന് മൂടി നോക്കുമ്പോൾ കല്യാണം കഴിക്കാനുള്ള മോഹവുമായി തന്റെ മുന്നിലേക്ക് വന്ന വിരൂപിയായ സഅദുണ്ടല്ലോ, ദരിദ്രനായ സഅദുണ്ടല്ലോ, സുന്ദരിയായ സമ്പന്നയായ ഫാത്തിമയുമായുള്ള കല്യാണ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് തന്റെ അടുക്കൽ നിന്ന് പോയ സഅദുണ്ടല്ലോ, ആ സഅദിദാരണാങ്കണത്തിൽ ഷഹാദത്ത് വരിച്ചിരിക്കുകയാ.
താനെങ്ങാനും സഅദിനെ കണ്ടാൽ താൻ വിലക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുഖം മൂടി വെച്ചുകൊണ്ട് ഷഹാദത്ത് വരിച്ചിരിക്കുന്ന മഹാനായ സഅദ് സൽമി റളിയല്ലാഹു അൻഹു എന്തിനാണ് പ്രിയപ്പെട്ട പൊന്നുമോനെ സഅദ് സൽമി രണാങ്കണത്തിൽ ഷഹാദത്ത് വരിച്ചത്? ആ സഅദിന്റെ ഉദ്ദേശം 21-ാം നൂറ്റാണ്ടില് ഇരിക്കുന്ന ഓരോരുത്തരും മുസ്ലിമാവുകയാ. അങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് നിന്റെ കയ്യിലേക്ക് എത്തിയ ഇസ്ലാമിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കല്ലേ മുസ്ലിമേ. അതുകൊണ്ട് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകട്ടെ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തകർത്തെറിയുന്നവനാകട്ടെ. അവകാശങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവനാകട്ടെ. അടിച്ചമർത്തപ്പെടുന്ന സമുദായത്തിന് വേണ്ടി സംഘടനാ പക്ഷം ചേരാതെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് പോരാടുന്നവനാകട്ടെ. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം ഉണ്ടാകുവാനും നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം അൽഹംദുലില്ലാഹ് നാമെല്ലാം അവിടെ ഒന്നു ചേർന്ന ഈ സ്ഥലം ബഹുമാന്യനായ നമുക്കെല്ലാം പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുൽ നാസർ മദനി അവർകൾ ആ ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹത്തെ അറിയാം. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാടുകളോട് യോജിക്കുന്ന ആളല്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം നമ്മുടെ ഒരു മുസ്ലിം സഹോദരനാണ്. ഇസ്ലാമിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളുടെ നീതിക്ക് വേണ്ടി, മടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരുടെ അവകാശത്തിന് വേണ്ടിയുമെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്. നാം ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. يا الله പടച്ചവനെ കരുണക്കടലായ തമ്പുരാനേ, ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞങ്ങളിവിടെ ഒന്ന് ചേർന്നിരിക്കുന്നു. അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് പാപികളാണ് തമ്പുരാനേ, ദോഷികളാണ് തമ്പുരാനേ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയല്ല. ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ നാഥാ. പാപപങ്കിലമായ കരങ്ങള് നിന്റെ വിശാലമായ ദർബാറിലേക്ക് നീട്ടിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ല, ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണേ നാഥാ. ശേഷിക്കുന്ന ജീവിതം പാപരഹിതമായ ജീവിതമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ല. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സുകളിൽ നൂറ് നീറുന്ന പ്രശ്നങ്ങളുണ്ട് തമ്പുരാന്. അവകളെ എല്ലാത്തിനെയും നീ പരിഹരിച്ചു തരണേ അല്ല. ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ ദുആ ചെയ്യാൻ സംഭാവന നൽകിയിട്ടുണ്ടല്ല. അവരുടെ സംഭാവനകളെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ല. ഖൈറും ബറക്കത്തും നൽകണേ അല്ല. ഞങ്ങളിൽ രോഗികളായവരുള്ളവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ല. ആഫിയത്ത് നൽകണേ അല്ല. ദീർഘായുസ് നൽകണേ അല്ല. സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ സമ്പാദ്യങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഹറാമിന്റെ കണിക പോലും ഞങ്ങളുടെ സമ്പാദ്യത്തിൽ കടത്തിക്കൂട്ടല്ലേ അല്ല. ഖൈറും ബറക്കത്തും തരണേ തമ്പുരാനെ. എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെയും മാറ്റി തരണേ അല്ല. പടച്ചവനെ, നിന്റെ ഖൈറിന്റെ കവാടങ്ങളെ തുറന്നു തരണേ അല്ല. പടച്ചവനെ, ഞങ്ങളുടെ കടബാധ്യതകളെ നീ തീറ്റി തരണേ അല്ല. കടങ്ങളെ എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള തൗഫീഖ് തരണേ അല്ല. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പലിശക്കണികളിലേക്ക് വീണുപോയല്ല, അതിൽ നിന്നെല്ലാം കാത്തുകൊള്ളണേ നാഥാ. യാ അല്ലാഹ്, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ കല്യാണം കഴിക്കാൻ പ്രായമായ യുവതീവാക്കൾക്ക് പടച്ചവനെ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ ഇണകളെ നൽകണേ അല്ല. കുടുംബജീവിതം ഐശ്വര്യ പ്രദാനം ചെയ്യണേ അല്ല. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അല്ല. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ അല്ല. ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ നാഥാ. മുസ്ലിം സമുദായത്തെ നീ രക്ഷിക്കണേ നാഥാ. മുസ്ലിം സമുദായത്തെ നീ ഒന്നാക്കണേ നാഥാ, നന്നാക്കണേ നാഥാ. പടച്ചവനെ, നിസാരമായ വിഷയത്തിന്റെ പേരില്
പരസ്പരം കടിപിടി കൂടി ഭിന്നിക്കുന്നു അല്ലാ. ആ ഒരു മോശമായ അവസ്ഥയിൽ നിന്നും കാത്തുകൊള്ളണേ നാഥ. പടച്ചവനെ കാത്തുകൊള്ളണേ നാഥ. സാഹോദര്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ശാന്തി നൽകണേ അല്ലാ. കരുണയുടെ കവാടങ്ങളെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. മുസ്ലിം സമുദായത്തെ നീ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ അവർ ബുദ്ധിമുട്ടുന്നുണ്ടല്ലാ, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നാഥ. പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളെ മാറ്റി തരണേ അല്ലാ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ കഷ്ടപ്പെടുത്തപ്പെടുന്നു അല്ലാ, പീഡിപ്പിക്കപ്പെടുന്നു അല്ലാ, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെടുന്നു അല്ലാ. അബൂഹുറൈറയും മറ്റുമെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നീ മോചനം നൽകണേ നാഥ. യാ അല്ലാഹ് പടച്ചവനെ, മദനി ഉസ്താദിന് മോചനം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, രോഗശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ഏതെല്ലാം സഹോദരി സഹോദരന്മാർ കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടു, അവരുടെ എല്ലാം നിരപരാധിത്വത്തെ ലോകത്തിന്റെ മുന്നിൽ നീ തെളിയിക്കണേ അല്ലാ. മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, ഇസ്ലാമിന് വേണ്ടി ലോകത്തെ ഏതെല്ലാം സംഘടനകള് ഏതെല്ലാം പരിശ്രമങ്ങൾ നടക്കുന്നു, അതിനെല്ലാം നീ ഇഖ്ലാസ് നൽകണേ അല്ലാ. അതിനെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാ. നിന്റെ ഈമാനികമായ ശക്തി പകരണേ അല്ലാ. യാ അല്ലാഹ് പടച്ചവനെ, കരുണക്കടലായ തമ്പുരാനെ, ഇസ്ലാമിനെതിരെ ഏതെല്ലാം ശക്തികൾ പ്രവർത്തിക്കുന്നു, ആ ശക്തികളെ എല്ലാം നീ നശിപ്പിച്ച് കളയണേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഗൂഢാലോചനകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണേ അല്ലാ. നിന്റെ പ്രത്യേകമായ സംരക്ഷണം നൽകണേ അല്ലാ. ഒരുപാട് മുസ്ലിം സഹോദരി സഹോദരന്മാർ കൊല്ലപ്പെട്ടു അല്ലാ. അവരുടെ കുറെ ആളുകൾ അവരുടെ സ്വന്തം നാട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നു അല്ലാ. നീ ശിക്ഷിക്കണേ അല്ലാ, നീ ശിക്ഷിക്കണേ അല്ലാ, നീ ശിക്ഷിക്കണേ അല്ലാ. യാ അല്ലാഹ് പടച്ചവനെ, ഞങ്ങളുടെ സഹോദരന്മാരായ ഷഫീഖിനെയും അഷ്കറിനെയും അബ്ദുൽ പടച്ചവനെ, വൈരുദ്ദീനെയും ബഷീറുദ്ദീനെയും മുഹമ്മദിനെയും അതുപോലെ സമ്മതിച്ച ഖാദിയായ CM ഉസ്താദിനെയും കൊലപ്പെടുത്തിയവരും